അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ താരീഖിന്റെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. അദ്ദർസുസാനി അൽ ഇമാമു അബൂ ഹനീഫ റഹിമഹുല്ലാ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ വിശകലനം ചെയ്യുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികളിൽ നിന്ന് അറിവ് നേടിയ താബിഉകളിൽ പ്രമുഖനായ പണ്ഡിതനായിരുന്നു ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. നുഅ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പിതാവിന്റെ പേര് സാബിത് എന്നാകുന്നു. ഹിജ്റ 80-ാം വർഷം കൂഫയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇമാമുൽ ആളം എന്ന പേരിൽ മഹാനവർകൾ അറിയപ്പെട്ടു. സ്വഹാബത്തിന്റെ കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ആ കാലത്ത് കൂഫയിൽ അബ്ദുല്ലാഹിബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ബസ്റയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മദീനയിൽ സഅദ് ബിൻ സാഇദി റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികൾ ജീവിച്ചിരുന്നു. അവരിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അബൂ ഹനീഫ റഹിമഹുല്ലാ നേരിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഹനഫി മദ്ഹബിന്റെ ഇമാമായ ഇമാം അബൂ ഹനീഫയെ കുറിച്ചാണ് ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികളിൽ നിന്ന് അറിവ് നേടിയ താബികളിൽ പ്രമുഖനായ പണ്ഡിതനായിരുന്നു ആര്? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? നുഅ്മാൻ എന്നായിരുന്നു. പിതാവിന്റെ പേര് സാബിത് എന്നാകുന്നു. ഹിജ്റ 80-ാം വർഷം കൂഫയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇമാമുൽ ആളം എന്ന പേരിൽ മഹാനവർകൾ എന്തായിരുന്നു? അറിയപ്പെട്ടിരുന്നു. സ്വഹാബത്തിന്റെ കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജനിച്ചത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അന്ന് കൂഫയിൽ അബ്ദുല്ലാഹിബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ബസ്റയിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മദീനയിൽ സഅദ് ബിൻ സാഇദി റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികൾ ജീവിച്ചിരുന്ന കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ആര്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മാത്രമല്ല, അവരിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ നേരിൽ കണ്ടിട്ടുണ്ട്. ഇവരിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗ്യം കൂടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. താബിഈ ഉലമാക്കളിൽ പ്രധാനികളായ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റളിയല്ലാഹു അൻഹു, നാഫി റളിയല്ലാഹു അൻഹു, അത്താ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരിൽ നിന്ന് ഹദീസ് പഠിച്ചു. ഇപ്പൊ താബിഈ എന്ന് പറഞ്ഞാല് സ്വഹാബത്തിനെ പിന്തുടരുന്ന ആളുകളാണ് താബിഈങ്ങൾ. ആ താബിഈ ഉലമാക്കളിൽ പ്രധാനികളായ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റളിയല്ലാഹു അൻഹു, നാഫി റളിയല്ലാഹു അൻഹു, അത്താ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരിൽ നിന്ന് ഹദീസ് പഠിച്ചു. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, വക്കീഅ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒട്ടനേകം പണ്ഡിതന്മാർ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വിജ്ഞാനം കാർത്തിക നക്ഷത്രത്തിന്റെ അരികിലാണെങ്കിലും പേർഷ്യക്കാരിൽ ചിലർ അത് നേടിയെടുക്കും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടാത്ത ഒരു ജ്ഞാനമാണെങ്കിൽ പോലും പേർഷ്യക്കാരെന്ത് ചെയ്യും? ആ അറിവ് നേടിയെടുക്കുക തന്നെ ചെയ്യും ആ അറിവിനെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി വചനം ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹിയെ കുറിച്ചാണെന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മദ്ഹബുകളിൽ ഒന്നാണ് ഹനഫി മദ്ഹബ്. അപ്പൊ ഈ അറിവ് കാർത്തിക നക്ഷത്രത്തിന്റെ അരികിലാണെങ്കിലും ഒരിക്കലും കിട്ടാത്ത അങ്ങ് ദൂരത്താണെങ്കിൽ പോലും എന്ത് ചെയ്യും? പേർഷ്യക്കാരെന്ത് ചെയ്യും? ചില ആളുകൾ ആ അറിവിനെ നേടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ കുറിച്ചാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിനെ കുറിച്ചാണെന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ഒരു മദ്ഹബായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഹനഫി മദ്ഹബ് മാറിയിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബായ ഹനഫി മദ്ഹബ് മാറിയിട്ടുണ്ട്. അപാര ബുദ്ധിശക്തിയും ഓർമ്മയും ഉണ്ടായിരുന്ന മഹാൻ ചെറുപ്പത്തിൽ തന്നെ കർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. അവയെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതാണ് ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനം. ഇപ്പൊ വളരെയധികം ബുദ്ധിശാലിയായിരുന്ന അദ്ദേഹം, വളരെ നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്ന അദ്ദേഹം എന്തായിരുന്നു? ചെറുപ്പത്തിൽ തന്നെ കർമ്മശാസ്ത്രം അഥവാ ഫിഖ്ഹിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. ഫിഖ്ഹിൽ നല്ല അറിവുള്ള പണ്ഡിതനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. മാത്രമല്ല, അവയെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു, എഴുതി വെക്കാറുണ്ടായിരുന്നു. അതാണ് ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനം. ഈ ഹനഫി മദ്ഹബിന്റെ അടിത്തറ അതാണ്, അസ്ല് അതാണ്, അടിസ്ഥാനം. വലിയ പ്രഭാഷകനായിരുന്നു അദ്ദേഹം. എതിരാളികളെ തന്റെ വാക്കിലൂടെ പരാജയപ്പെടുത്തിയിരുന്നു. അദ്ദേഹം നല്ല പ്രാസംഗികനായിരുന്നു, പ്രസംഗിക്കാൻ നല്ല കഴിവുള്ള ആളായിരുന്നു, പ്രഭാഷകനായിരുന്നു.
കർമ്മശാസ്ത്ര വിഷയത്തിൽ ഭൂമിയിലുള്ള എല്ലാവരും അബൂ ഹനീഫ റഹിമഹുല്ലാഹിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇമാം ഷാഫി റഹിമഹുല്ല ഒരിക്കൽ പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? കർമ്മശാസ്ത്ര വിഷയത്തിൽ, ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഭൂമിയിലുള്ള എല്ലാവരും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇമാം ഷാഫി, നമ്മുടെ ഇമാമാകുന്ന ഷാഫി റഹിമഹുല്ല ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഫിഖ്ഹ്, കർമ്മശാസ്ത്രം നല്ല അറിവുള്ള പണ്ഡിതനായിരുന്നു ആര്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. വലിയ ധർമ്മിഷ്ഠനും പരോപകാരിയുമായിരുന്നു അബൂ ഹനീഫ റഹിമഹുല്ല. ധർമ്മിഷ്ഠം പറഞ്ഞാൽ നല്ല ധർമ്മം ചെയ്യുക, മറ്റാളുകൾക്ക് എന്തെങ്കിലും സാധനങ്ങളെ കൊടുക്കുക, അതാണ് ധർമ്മം ചെയ്യാന്ന് പറഞ്ഞത്. ആ ധർമ്മിഷ്ഠനായിരുന്നു, ധർമ്മം ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അതുപോലെ പരോപകാരിയായിരുന്നു, എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഒരു വസ്ത്ര കച്ചവടക്കാരനായിരുന്ന അദ്ദേഹം കച്ചവട ലാഭത്തിന്റെ സിംഹഭാഗവും ഭൂരിഭാഗവും, കച്ചവടത്തിന്റെ ലാഭത്തിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ ഭാഗവും അദ്ദേഹം ചെയ്യുന്നു ദാനം ചെയ്യലായിരുന്നു പതിവ്. അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഭൂരിഭാഗം പണം എന്ത് ചെയ്യും? അത് മറ്റുള്ളവർക്ക് കൊടുക്കും. തന്റെ മകൻ ഹമ്മാദിന് ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ച ഉസ്താദിന് 1000 ദിർഹം അദ്ദേഹം സമ്മാനമായി നൽകി. ഈ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മകനാകുന്ന ഹമ്മാദ് എന്നവർക്ക് ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദിന് 1000 ദിർഹം. 1000 ദിർഹത്തിന് ഇന്നും വളരെ വാല്യൂ ഉള്ള സമയമാണ്. ഇന്നും 1000 ദിർഹം എന്ന് പറഞ്ഞാല് നല്ല വാല്യൂ ഉണ്ട്. ആ 1000 ദിർഹം അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മകന്റെ ഉസ്താദിന് സമ്മാനമായി നൽകി. പലതവണ അദ്ദേഹത്തോട് ഖാദിസ്ഥാനം ഏറ്റെടുക്കാൻ ഖലീഫ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അക്കാലഘട്ടത്തിലെ ഖലീഫ, ഭരണാധികാരി, അദ്ദേഹത്തോട് ഖാദിയാകാൻ വേണ്ടിയിട്ട്, ഖാദിസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു. അദ്ദേഹത്തിന്റെ വിനയം കാരണം അത് നിരസിച്ചു. തന്റെ കൽപ്പന തള്ളിക്കളഞ്ഞ ഇമാമിനോട് ക്ഷുഭിതനായി വളരെ ദേഷ്യപ്പെട്ട് ഖലീഫ മഹാനവർകളെ ജയിലിലടച്ചു. അപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖാദിസ്ഥാനം ഏറ്റെടുക്കാത്തത് കൊണ്ട് അന്നത്തെ ഭരണാധികാരിയായ ഖലീഫ എന്ത് ചെയ്തു? ദേഷ്യപ്പെട്ടിട്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ചു. ഹിജ്റ 150 70-ാമത്തെ വയസ്സിൽ ജയിലിൽ വെച്ചായിരുന്നു മഹാനവർകൾ വഫാത്തായത്. അപ്പൊ അവസാന കാലഘട്ടം വരെ എവിടെയായിരുന്നു? ജയിലിൽ തന്നെയായിരുന്നു. ജയിലിൽ വെച്ചായിരുന്നു അദ്ദേഹം വഫാത്തായത്. ബഗ്ദാദിലെ ഹൈസ്റാൻ മഖബറയിലാണ് ഖബർ. ആ ബഗ്ദാദിലുള്ള ഹൈസ്റാൻ മഖബറയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിയ. അല്ലാഹു തആല അദ്ദേഹത്തിന് വിശാലമായ റഹ്മത്ത് നൽകുമാറാവട്ടെ. അങ്ങനെയാണ് ഈ പാഠം അവസാനിക്കുന്നത്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ഉത്തരം പറയുമെന്നതാണ്. ഉത്തരം പറയുക: ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലായുടെ യഥാർത്ഥ പേര് എന്താണ്? നുഅ്മാൻ എന്നല്ലേ. 2, എവിടെയാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ജനിച്ചത്? കൂഫയിലാണ് ജനിച്ചത്. 3, അബൂ ഹനീഫ റഹിമഹുല്ല നേരിൽ കണ്ടിട്ടുള്ള സ്വഹാബി ആരാണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നേരിട്ട് കണ്ടിട്ടുണ്ട്. 4, അബൂ ഹനീഫ റഹിമഹുല്ലായുടെ മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് നൽകിയ സമ്മാനം എന്തായിരുന്നു? 1000 ദിർഹം ഉസ്താദിന് സമ്മാനമായി നൽകി. രണ്ടാമത്തെ പൂരിപ്പിക്കാനാണ്. അബൂ ഹനീഫ റഹിമഹുല്ല ഡേഷ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇമാമുൽ ആളം എന്ന പേരിൽ അറിയപ്പെട്ടു. 2, ബഗ്ദാദിലെ ഡേഷ് ഖബർ. ബഗ്ദാദിലെ ഹൈസ്റാൻ മഖബറയിലാണ് ഖബർ. ഹിജ്റ ഡേഷിൽ വഫാത്തായി. ഹിജ്റ 150 വഫാത്തായി. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. അബൂ ഹനീഫ റഹിമഹുല്ല വ്യാപാരം ഇഷ്ടപ്പെടുന്നയാളായിരുന്നു. ശരിയാണ്. 2, അബൂ ഹനീഫ റഹിമഹുല്ല ഹദീസ് അഭ്യസിച്ചില്ല, ഹദീസ് പഠിച്ചില്ല എന്നാ പറയുന്നത്. തെറ്റാണ് അല്ലേ. 3, അബൂ ഹനീഫ റഹിമഹുല്ല ഖാദിസ്ഥാനം ഇഷ്ടപ്പെട്ടിരുന്നു, അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഏറ്റെടുക്കാതിരുന്നത്. ഓക്കെ, തെറ്റാണ്. നല്ല അറിവനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.